ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിതാ രാവിലെ തന്നെ ബീച്ചിലേക്കില്ല ഓട്ടത്തിലാട്ടോ. അപ്പോൾ ഇതാ ബീച്ച് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ മീൻ പിടിക്കുന്നതൊക്കെ ഒന്ന് കാണാനും അതുപോലെ തന്നെ കൂട്ടത്തിൽ മീൻ ഉണ്ടെങ്കിൽ കുറച്ച് വാങ്ങാനും വേണ്ടിയിട്ടാട്ടോ പോണത്. അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ വന്നപ്പം തന്നെ ഇവിടെ ഒരു ഏട്ടൻ മീനെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടന് മീൻ കിട്ടുന്നൊക്കെ ഉണ്ട്, പക്ഷെ കുറേ അങ്ങോട്ട് കിട്ടുന്നില്ല. ഒരു ട്രിപ്പിൽ 1-2 കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഓരോ ഭാഗത്ത് ആൾക്കാരുണ്ട് കേട്ടോ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇപ്പോൾ കാണുന്ന ഇവർ ഓരോ സെക്ഷനായിട്ട് പിടിക്കുന്നവരാട്ടോ. ഞങ്ങളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇതാ ഏകദേശം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ച ഉണ്ട്, അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ ബീച്ചിലൊക്കെ. എല്ലാവരും നടക്കാനും അതുപോലെ തന്നെ എക്സസൈസിനൊക്കെ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അന്ന്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മക്കൾ ഫുട്ബോളും കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ വരുന്ന ടീമില്ലേ, ഈ വരുന്ന ടീം കുറച്ച് ഉള്ളോട്ട് പോയിട്ട് മീനെ പിടിച്ച് വരുന്നവരാട്ടോ. അപ്പോൾ ഇതാ ഇവരുടെ കയ്യിൽ വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങോട്ട് കയറിയിട്ട് മീനിനെ കാണാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്നും വലയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അവർ അങ്ങ് കൊണ്ടുപോയതാണ്. ഞങ്ങൾ കുറേ നോക്കി, അപ്പം എന്തായാലും അതൊന്നും കണ്ടില്ല കേട്ടോ. അത് അവരങ്ങ് കൊണ്ടുപോയതാട്ടോ. അപ്പോൾ ഇതാ ബീച്ചിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മോർണിംഗ് വാക്കിന് വരുന്നവർക്കായാലും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നവർക്കായാലും സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെഷീൻസൊക്കെ അത്യാവശ്യം ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു വൃത്തി കുറവുണ്ട് കേട്ടോ. അത് ഇവിടെ വരുന്നവർ ചെയ്യുന്ന പണി തന്നെയായിരിക്കും അത്. അപ്പോൾ ഇതാ നടക്കാനൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്തോ ഒരു പ്രോഗ്രാമും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കൂട്ടം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് പോകാട്ടോ. മീൻ പിടിക്കുന്നവരെയും തപ്പിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ നടക്കുന്ന വഴിക്ക് ഇതാ ഒരു ഡോൾഫിൻ ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് നേരം അതിനൊക്കെ നോക്കി നിന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വലുപ്പം. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഭാഗത്ത് വന്നപ്പോൾ 3 ഏട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അധികവും കിട്ടുന്ന ഞണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് അവർ ഓൾറെഡി വേറെ ആൾക്കാർ ഓർഡർ ചെയ്ത് പോയി. അതുപോലെ തന്നെ റേറ്റ് ചോദിച്ചപ്പോൾ കിലോന് 200 കേട്ടോ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ. ഞങ്ങളെന്തായാലും തിരിച്ചു പോകുന്നത് മാർക്കറ്റിൽ കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കോഴിക്കോട് സൺഡേ മാർക്കറ്റ്. അപ്പോൾ അതാ രാവിലെ ആയതുകൊണ്ടാണ് തിരക്കൊന്നും ഇല്ലാത്തത്. കുറച്ചങ്ങ് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ചായ കുടിക്കാൻ ഞങ്ങൾ എവിടെയാണ് കയറിയതെന്ന് വെച്ചാൽ പിള്ളേ സ്നാക്സിലാട്ടോ, റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മസാല ദോശയും ചായയായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മസാല ദോശയ്ക്ക് സൈഡായിട്ടെന്ന് പറഞ്ഞാൽ ചമ്മന്തി, അതുപോലെ തന്നെ സാമ്പാർ, പിന്നെ ഒരു സോസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ച് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ പാളയം റൂട്ടിൽ കൂടി ആട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിലും തിരക്ക്. ടൈം ഏകദേശം 9 മണി ആ റേഞ്ച് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് തിരക്ക് കുറവ്. ഇനി കുറച്ചങ്ങ് എത്തിയാൽ ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ബീച്ചിൽ നിന്ന് മീൻ കിട്ടാത്ത സങ്കടത്തിൽ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിയത് മത്തിയായിരുന്നു. അപ്പോൾ ഇതാ ഫിഷ് മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ സ്റ്റാൾ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കാടമുട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാടമുട്ടയും അതുപോലെ തന്നെ മത്തിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടോ അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ പോയി എന്ന് പറഞ്ഞാൽ ദിൽന എക്കോറിയത്തിലേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മീനുകൾക്ക് തീറ്റ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ തീറ്റയൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന്. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് ഓടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ രാവിലെ പോയതാണ്. രാവിലെ 7 മണിക്ക് പോയിട്ട് ഇപ്പോൾ ഒരു 10 മണി ആയിട്ടോ. ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.